എടി അഞ്ജലി, അഞ്ജലി എന്നാക്കടി ഫാഷൻ ഡിസൈൻ ക്ലാസ്സിന് പോകാൻ ടൈമായി. ഇയാൾക്ക് 5 മിനിറ്റ് കൂടി അമ്മ. ഇത് നീ എത്രാമത്തെ പ്രാവശ്യമാണ് 5 മിനിറ്റ് എന്ന് പറയുന്നത്? 5 മിനിറ്റ് കൂടി അരമണിക്കൂറായി. അമ്മേ ചേച്ചി എഴുന്നേൽക്കില്ല അമ്മേ, കാരണം അവൾക്ക് അടുത്ത മണ്ടേലെ ക്ലാസ്. നീ എഴുന്നേൽക്കുന്നു, എൻ്റെ നടി വാങ്ങുന്നു. വേഗം പോയി റെഡിയാവും, ടൈമായി. ഞാൻ 5 വരെ ഉണ്ട്, അതിനു മുമ്പ് നീ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ നടി വാങ്ങും. 1 2 3 4 5. അയ്യോ അമ്മേ, അടിക്കല്ലേ ഞാൻ എഴുന്നേറ്റ്. ഇപ്പൊ പോയി റെഡിയാവും, നോക്കിക്കോ. അയ്യേ ചേച്ചി നോക്കി. നീ എന്താടി വിളിച്ചോണ്ടിരിക്കുന്നേ? പോയി റെഡിയാവും. എന്താ സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ പോകുന്നു. എന്നാ പോ, ഇവിടെ ഇരിച്ചോണ്ടിരിക്കുക. ശരി അമ്മ. ഇവിടെ മേശന്മാർ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്കും. അവളെ അങ്ങനെ ചെയ്തപ്പോ എന്തൊരു സുഖം. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുമല്ലോ. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുമല്ലോ. ഞാൻ ഇന്ന് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും. ഞാൻ ഇന്ന് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും. അവിടെ ഒരു മാനാണ് കിടന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് പോകണം. വന്നേ എന്നാ നിനക്ക് പോകാൻ. അയ്യോ അമ്മ, എന്റെ സാരി കാണുന്നില്ല. അതെന്താ ഇവിടെയാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ എവിടെ പോയി? അമ്മേ, എന്റെ സാരി കാണുന്നില്ല. നീ വേണമെങ്കിൽ തേടി എടുത്തോ, ഞാൻ നിന്നോട് ഇന്നലെയല്ലേ പറഞ്ഞത് റെഡിയാക്കി വെക്കാൻ. കിടന്ന് തേടിക്കൊണ്ടിരിക്കും. നിനക്ക് ഫാഷൻ ഡിസൈനിൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണേ ചെയ്തോ, ഞാൻ പോവാം. പാറുകുട്ടിയെ വിളിച്ചോണ്ട് വരുന്നെങ്കിൽ വാ. അയ്യോ അമ്മ, എനിക്ക് ഞാൻ എൻ്റെ സാരി ഇപ്പൊ തേടി എടുക്കാം. എനിക്ക് സാരി ഒന്നും വേണ്ട, ഒരു വെസ്റ്റേൺ ഡ്രസ് ഇട്ടോണ്ട് വാ. അയ്യോ അമ്മ, ഈ ടീഷർട്ടും ബാഗും മാത്രമാണ് എൻ്റെ ഉള്ളത്, വേറെ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട, ഇതന്നെ ഇട്ടോണ്ട് വന്നാ മതി. ചേച്ചി, എൻ്റെ യൂണിഫോം എങ്ങനെയുണ്ട്? ദാ നോക്കിക്കേ. എന്താടി നിങ്ങളുടെ ജാപ്പനീസുകാരുടെ യൂണിഫോം പോലെ ഉണ്ടല്ലോ. നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? എന്താ ഇവർ ഇത്ര നല്ല യൂണിഫോം ഒക്കെ ഉണ്ടാക്കുന്നത്? ഞാനൊക്കെ പഠിക്കുമ്പോൾ അവർ ഒരു ഒട്ട ചൂടുതാറും പിന്നെ വേറെന്തോ ആണ്. അതാണ് ചേച്ചി ഭാഗ്യം എന്ന് പറഞ്ഞ അതിനാണ്, കേട്ടല്ലോ. അയ്യോ, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഇനി വല്ല എളുക്കൊന്നും വേണ്ട. യൂണിഫോം അത്ര വല്ല നല്ല യൂണിഫോം ഒന്നും അല്ല, കേട്ടല്ലോ. ചേച്ചിക്ക് ഇത്ര നല്ല യൂണിഫോം ഒന്നും ഉണ്ടായിട്ടേ, നമ്മളെ സ്കൂളിൽ മാത്രമാണ് ഇത്ര നല്ല യൂണിഫോം. ഇവർ ഈ 15 ദിവസം ലീവ് തന്ന് ഇത്ര നല്ല യൂണിഫോം ഉണ്ടാക്കും ഞാൻ വിചാരിച്ചില്ല. അമ്മേ, തിരിച്ചെന്താ വരാത്തെ? അതിപ്പോ വരുവടി. നീ എന്താ ഇങ്ങനെ? അയ്യോ, എനിക്ക് വയ്യ, ഈ ബസ് എന്താ വരുന്നില്ല. നീ കുറച്ച് അവിടെ ഇരുന്ന് കാത്തോണ്ടിരിക്ക. അമ്മേ, ഈ മണ്ടി നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ബസ് കാത്തോണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങളെന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? പിന്നെന്ത് ചെയ്യണം ബസ് കാക്കാതെ? എടി മണ്ടി, ഇന്നലെ അമ്മ വെറുതെ പറഞ്ഞതാ, നീ അതും വിശ്വസിച്ച് ബസ്സും കാത്തോണ്ടിരിക്കുന്നത്. സത്യാണോ അമ്മേ? ഞാൻ നമ്മന്റെ കൂടെയാണല്ലോ ക്ലാസ്സിക്ക് പോകുന്നത്, ബസ് കാക്കണ്ട. മതി. അമ്മേ, അവിടെ വരുന്നത് കവിത ചേച്ചി അമ്മുക്കുട്ടിയല്ലേ? ആണോ? ഇവിടെ അല്ല അമ്മേ, ആ സൈഡ്. അമ്മുക്കുട്ടി, വേഗം പാടി. അമ്മുക്കുട്ടിയുടെ അളിഞ്ഞ ശബ്ദം കേൾക്കുന്നേ. സംസാരിച്ച് വിഷയങ്ങളൊന്നും തീരുന്നേയില്ല. ഇവർക്ക് തുടങ്ങി.
കവിതയെ അവൾ ഫാഷൻ ഡിസൈനിന്റെ ക്ലാസ്സിനേക്കാ. അഞ്ജലി ഫാഷൻ ഡിസൈനൊക്കെ തുടങ്ങാൻ പോണു. മിടിക്കായല്ലോ. താങ്ക് യു. അയ്യേ പെണ്ണിന്റെ നാണം കണ്ടി. അതെ അതെ പോടി വാർക്കുട്ടി. മതി മതി പെണക്കൊക്കെ നിർത്ത്. എടി കവിത എന്താല്ലേ ഒരാഴ്ച സ്കൂളിന് ലീവായിട്ട് ഇവർ വീട് തന്നെ മറിച്ചിട്ടു. അതേടി അതെ ഇവരുടെ ടീച്ചറോട് പറയണേ ഇനി സ്കൂളിൽ ലീവ് കൊടുക്കരുതെന്ന്. ഒരാകെ വീട് മറിച്ചിടും. അതെ അതെ അമ്മേ ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെ അതെ ഇവിടെ എന്തായി നടക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ദേ അവിടെ പാസ് ചേട്ടന്റെ റിക്ഷ. വാ പോവാം. എടി അമ്മുകുട്ടി കിടന്ന് ഇരിച്ചോണ്ടിരിക്കാതെ പോടി. നീ പോടി ഈക്കത്തിപ്പാറുകുട്ടി. ശരി ശരി തമാശയൊക്കെ മതി വേഗം പോ. പാറുകുട്ടി അമ്മുകുട്ടി വരുന്നില്ലേ? ആ ഞങ്ങൾ വന്നു. വാ പോയേക്കാം. അമ്മേ അമ്മ എവിടെ പോയി? റിക്ഷ വന്നു പറഞ്ഞു. അതെ അതെ അമ്മേ റിക്ഷ എവിടെയാ? ദേ ബസ് പോയി. ബസ്സിൽ കയറായിരുന്നു. ഇനി അടുത്ത ബസ് വരുമ്പോ കേറാട്ടോ. അതേടി ഇനി അടുത്ത ബസ് വരുമ്പോ കേറാം. കാശും ഇല്ലല്ലേ. ഇവിടെ ഒരു ബസ് ഇപ്പൊ വരും. വാ 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 കേറാം കേറാം. വാ കേറാം കേറാം. ദേ